ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു അടിപൊളി ഇറച്ചി ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. ഇതിനു വേണ്ടി 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ച ബീഫിലേക്ക് ചേർത്ത് കൊടുക്കണം. നീളത്തിൽ അരിഞ്ഞ സവാള, തക്കാളി, കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഗരം മസാലയും 2 സ്പൂൺ തൈര് കൂടി ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ബീഫ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ പട്ട, ഗ്രാമ്പു, കുരുമുളക്, ബേ ലീവ്സ്, നീളത്തിലരിഞ്ഞ സവാള ഇവയെല്ലാം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന പോലെ ഇരട്ടി വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം. ആ ഒരു മെത്തേഡിൽ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ 4 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മേലെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് തന്നെ അറിയിക്കണം. ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.